ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ബുദ്ധിയില്ലാത്തവൻ മൻ അസ്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹിൽ അമാനി. തോന്നിയതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചു, തോന്നിയതൊക്കെ ചെയ്തു. അവന് തോന്നി അവളെ പ്രേമിക്കണം അവളെ കൂടെ, പിന്നെ തോന്നി അല്ല പിന്നെ ബണ്ട കൂടെയാണ്, പിന്നെ അവളെ കൂടെ, പിന്നെ തോന്നി അതല്ല അവളെ കല്യാണം കഴി, പിന്നെ അവളെ തൊലാക്കല്ല, പിന്നെ വേറൊന്ന് കെട്ട, ഇങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു. പിന്നെന്താ അവൻ ചെയ്തത്? ഞാൻ മുസ്ലിമാണല്ലോ, രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിലൊരു തോന്നലും, എന്ത് വൃത്തികേട് കളിച്ചാലും പിന്നെ ഒരു ഹജ്ജ് ചെയ്തല്ലോ ഉസ്താദന്മാരുടെ ദ്വാരക്കാൻ 100 രൂപ കൊടുത്താലേ ആ ദ്വാരക്കണ കബൂലാക്കിയ ഞാൻ രക്ഷപ്പെടുമല്ലോ. നീയാണ് പരമവിഡ്ഢി, നീയാണ് പരമവിഡ്ഢി. നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലേ, നിനക്ക് ഇഷ്ടമാണെന്നല്ലേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാ ചെറുപ്പക്കാരുടെ പ്രശ്നം. എന്താ നമ്മുടെ ഈ സിനിമകൾ പഠിപ്പിക്കണം? എന്താ ഇയാളോ അന്നൊക്കെ ഉസ്താദ്മാര് പറഞ്ഞു ഈ പെട്ടിയൊക്കെ നിങ്ങൾ കൂട്ടി വെച്ചോളി അല്ലേ, ഇത് ശൈത്താൻ പെട്ടിയാണ്. അന്ന് നമുക്ക് ഉസ്താദ്മാരെ കണ്ട് കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരിയില്ല. ഇപ്പൊ ആർക്കാപ്പ തിരിഞ്ഞത്? ലോകം ആർക്കാപ്പ തിരിഞ്ഞത്? ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാൽ കിട്ടും. ചാനലുകാരൻ 4 ആളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് 2 മണിക്കൂർ ചോദിച്ചതന്നെ പിന്നെയും ചോദിക്കും, പറഞ്ഞു തന്നെ പിന്നെയും പറയും. ഓന്റെ പണിയാണ്. അവൻ 2 മണിക്കൂർ ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശമ്പളം കിട്ടൂല. നമ്മൾ വാ വിളിച്ചങ്ങനെ കാണുക, ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ. നാളെ പോലും ജയിക്കോ ഇല്ലേ? ഇതാ ചർച്ച, ഇന്നത്തെ രാത്രിയിലെ ചർച്ച. നാളെ ആര് ജയിക്കും? പൊന്നാര ചങ്ങാതി, നാളെ നേരം വെളുത്താ കിട്ടുന്ന സംഗതിയല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യും. അത് ചെയ്യൂല, അങ്ങോട്ട് പറയാം. വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയത്. ഏത് ആണുങ്ങളെ ഈ വാർത്ത കാണുന്നത്? എന്തിനാ ഇത് നടക്കുന്നത്? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ? എടുത്തൊഴിവാക്കിക്കോ, പറ്റം ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? നീയും നിന്റെ പടച്ചോനായിക്കോ, നീ നിന്റെ റബ്ബുമായിട്ട് ഇതിന് തീർത്തേക്ക്. അതല്ല, ഇത് ഔട്ട് ഓഫ് കൺട്രോളാ. കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും, പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും, എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ. അതിന് 2 ദിവസം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും, പിന്നെ ഒരു അയലോകത്ത് പോയി കാണലോടും, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. നിന്റെ വീട്ടിൽ അതിനവസരം കൊടുക്കണ്ട. സിനിമകൾ പഠിപ്പിച്ചതെന്താ? തന്നിഷ്ടം. അത് എനിക്കിഷ്ടം, എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട്. മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കുറെ പെണ്ണിട്ടുള്ള രാജ്യരും പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും. ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലേ? എന്നിട്ട് എന്തായി പറയണത്? 15 വയസ്സുവരെ 20 വയസ്സുവരെ 18 20 വയസ്സുവരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ അല്ലേ? ജീവിക്കണ എന്തിനാ? കുഞ്ഞിന് വേണ്ടിയാ ജീവിക്കണത്. അങ്ങനെ പറയാം. ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ റൊമാൻറ്റിക് ആകുമ്പോൾ എന്ത് കുഞ്ഞ്, എനിക്കിപ്പോ കുഞ്ഞൊന്നും വേണ്ടെന്നൊക്കെ തോന്നും. അതൊക്കെ നീ പറയടോ. 2 കൊല്ലം കഴിഞ്ഞാൽ നിനക്ക് തോന്നൊരു കുഞ്ഞുണ്ടാവുമ്പോഴാണ് ജീവിതത്തിലെ സന്തോഷം. ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത്, കുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ? 15 18 വയസ്സാകുമ്പോ 20 വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയാപ്പിളക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ ഇവർ കണ്ടെത്താൻ. അറേഞ്ച്ഡ് മാരേജ്, ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. നമുക്ക് ഈ പ്രേമ കല്യാണം പറ്റൂല, അറിയാലോ, പറ്റില്ല. അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയും, എനിക്ക് മറ്റവരോട് ഇഷ്ടമാണ്. എന്താടോ നീ പറയുന്നത്? പെണ്ണ് പറയാ, എനിക്ക് പുതിയാപ്പിളെ വേണ്ട. ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത്? ആരാണ്? നിന്റെ ഉസ്താദ് ആരാണ്? അല്ലേ? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി, കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷറിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ, നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലേ? സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരത് സമ്മതിക്കൂല. അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല. മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം. ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അല്ലേ? ഇത് കല്യാണം കഴിഞ്ഞാൽ അന്ന് ഇറങ്ങിപ്പോകുള്ളൂ, എനിക്കിവനെ വേണ്ട. ആരാണ് ഈ പഠിപ്പിച്ചത്? ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത്? ആരാണ്?
ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല, സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത്? നിന്റെ മുഖത്തെ ചുറുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോയില്ലേ? പോയിട്ടില്ലേ? പോകുന്നില്ലേ? നീ വിചാരിച്ചിന്റെ സ്വന്തം എന്ത് മണ്ടാങ്ങട്ട, നിന്റെ സ്വന്തല്ലേ? അള്ളാഹു ഹലാലാക്കിയത് നിക്കാഹിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അള്ളാഹു തആല മനുഷ്യ ജീവിതത്തിലെ വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഇന്റിമസി അവിടെ വേണം. അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അൻകഹതുക വസവ്വജ്തുക, എന്റെ പെണ്ണിനെ അള്ളാഹനെ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു, പൊരുത്തപ്പെട്ട് തരുന്നു. ബിമഹരി കദാ, എന്റെ റസൂൽ പഠിപ്പിച്ചത് അതാണ്. ഇന്ന മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിന് ഹലാലാകുന്നത് ഹലാലായ അള്ളാഹു പുണ്യമാക്കിയ നിക്കാഹിലൂടല്ലേ? ആ നിക്കാഹിലൂടെ നീ സ്വീകരിക്കേണ്ടതിന് പകരം നീ ഒളിച്ചോടിയിട്ട്, എന്തായി ഒളിച്ചോട്ടെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ? ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂരിന്ന് വിടും ബാംഗ്ലൂരിന്ന് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഇപ്പോൾ ഡൽഹി ആയിരിക്കും, അല്ലെ ബോംബെ. കയ്യിലെ സ്വർണ്ണൊക്കെ തീർന്നല്ലേ? നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമാലകൾ കിട്ടിയ പ്രാശിന് ബിദറാഹിമ ബഖ്സിൻ ജിനാ ബിബിദാഅത്തിൻ മുസ്ജാഹ് ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ജോലിക്കാരോട് പോയി പറയണ വാക്കാതെ. പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റൂ? തന്നേക്ക് ഗ്രാമിന് ഇത്ര, അതിന്റെ പണിക്കൂലി ഇത്ര, പണി കുറവിത്ര എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണ്ണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സിറ്റികളിലെയോ കണ്ട ജ്വല്ലറിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ? പിന്നെ നിന്നെ കാഴ്ചവെച്ചില്ലേ മറ്റുള്ളവർക്ക്? നിന്നുകൊടുത്തല്ലേ? പെണ്ണേ, അൽ-ഈമാനു സിർബാലുൻ യുസർബിലുഹുല്ലാഹ്. ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ചാർത്തിക്കൊടുക്കുന്ന വസ്ത്രമാണ്. ലാ യസ്നി സ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാനില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പുട്ടടിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്ത് നിന്റെ കൂടെ ഈമാനില്ലെന്ന് അല്ലാഹു ഈമാനിനെ ഉയർത്തിക്കളഞ്ഞു. ഈമാൻ ഉയർത്തിക്കളഞ്ഞാൽ വഅദല്ലാഹു അല്ലദീന കഫറൂ, അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ? നാറ ജഹന്നം, നരകമാണ്. ിലേക്കാണ് നിന്റെ പോക്ക്. ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്ന് നിക്കാഹ് ചെയ്തിയ ഭർത്താവുണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ 1, 2, 3 മക്കള് ജനിച്ചിരിക്കെ, അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് വിചാരിക്കെ, നീ വല്ല പ്ലസ് ടുവിനോ നീ വല്ല ഗ്രാജുവേഷനോ പഠിക്കാന്ന് വിചാരിക്കെ പെൺകുട്ടി, എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാല് കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാമ് കൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം? അള്ളാഹു അനുവദിച്ചതിനെ നീ പിച്ചു ചീന്തുകയും ഹറാമാക്കിയതിനെ നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ? അതുകൊണ്ടല്ല സഹോദര, പ്രേമ കല്യാണങ്ങൾ നിലനിൽക്കാത്തത് എന്താ? എന്തായി പൊളിഞ്ഞു പോണത്? താരെ ഇതൊക്കെ പറയും. പ്രേമുണ്ടാകുമ്പോ എന്തൊക്കെയാ പറയും ചെറുപ്പക്കാർ? ഭയങ്കര റൊമാൻറ്റിക്കാ. ഷേക്സ്പിയറുടെ നോവലോ മറ്റ് നാടകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി പോകും. ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഭയങ്കര ഒരു പ്രശ്നം. ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം, ലെറ്റ് ഇറ്റ് ബി ഇംഗ്ലീഷ്, മലയാളം, എനി ലാംഗ്വേജ്, അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ തോന്നിവാസങ്ങളായിരിക്കും. പിന്നെ ഈ സാഹിത്യകാരന്മാർ എഴുതിവിടുന്നത് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഈ വികാരങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടങ്ങ് വിടാനേ പറ്റുള്ളൂ. ഷേക്സ്പിയറൊക്കെ കുറെ എഴുതി പല തോന്നിവാസങ്ങളും. നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ എന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എന്നിട്ട് അങ്ങോട്ട് പറയാ, എനിക്ക് നീ വിളിച്ചാൽ ഞാൻ വരും. ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ? ആരുടെ കൂടെ പോണം?
നിന്നെ നിക്കാഹ് ചെയ്ത് നിന്റെ ഭർത്താവിന്റെ കൂടല്ലേ പോകാൻ പാടുള്ളൂ. ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ. ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും വലിമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അങ്ങനെ തോന്നിവാസത്തിന് തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാനിതിനിൽ മോളെ ഞാനും നീയും മുസ്ലിമല്ലേ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോവണ്ടയോ എന്ന് തിരിച്ചവൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ? അല്ലേ? നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹറാം. ഈ ഫേസ്ബുക്ക് തന്നെ കിതാബ് കൊണ്ടപ്പോ കുടുങ്ങിയത് വല്ലാത്തൊരു കിതാബായി പോയി. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, അതിൽ എല്ലാ തെറ്റുമുണ്ട്, ചെറുതും വലുതൊക്കെ ഇല്ല. സുബ്ഹാനല്ലാഹ്. തിന്മയിലേക്ക് നമ്മുടെ സെക്ഷൽ ഏർജസ്, മനുഷ്യന്റെ വൈകാരികമായ തൃഷ്ണകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ, അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരായത്തോ ഒരു ഖുർആനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും അയച്ചുകൊടുത്ത് അവരെ നന്നാക്കേണ്ടതിന് പകരം അവരുടെ കൂടെ പിശാചിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ? അല്ലേ? വല്ലാഹു യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതെല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ്. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഖൈറില്ല കേട്ടോ. അല്ലാഹുവിനെ പറ്റിയാണോ നിന്റെ ആഖിറത്തെ പറ്റിയാണോ അവിടെ ചർച്ച? അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്. നിന്റെ ഒരുപാട് സെക്കൻഡുകൾ നീ നഷ്ടപ്പെടുത്തിയില്ലേ? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ? എന്റെ മുഅ്മിനെ, ഒക്കെ നമ്മുടെ TV സംസ്കാരമല്ലേ മുഅ്മിനെ? അല്ലേ? നിങ്ങൾ പറഞ്ഞു ഇവിടെ വേണമെന്ന് പറയേണ്ട ഉസ്താദന്മാര് ജാതി മതം നോക്കാൻ നീ ഇറങ്ങിപ്പോയിക്കോ. മുസ്ലിമായിട്ട് മസ്അല പറയാം. ഫിഖ്ഹിന്റെ മസ്അല എന്താ? മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും, മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്ത ആണോ പെണ്ണോ, ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാത്തിലാണ്. ഒരാൾക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുസ്ലിമായ ആണും പെണ്ണും അള്ളാഹു അനുവദിച്ച നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതര ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും. ഇതാണ് ശറഇന്റെ നിലപാട്. അതുണ്ടായിരിക്കെ പേരോ നാടോ ഊരോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ, നിന്നെക്കുറിച്ച് എനിക്ക് ബേജാറുണ്ട്. മുസ്ലിം ചെറുപ്പക്കാര, നിന്നെക്കുറിച്ചാണ് എനിക്ക് പ്രശ്നം. മുസ്ലിമീങ്ങൾ പലരുണ്ട്, അവരെ പറ്റിയല്ല. ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല, ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല. പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാര, ഇതാണ് അല്ലാഹുവിന്റെ നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോ. പറയൽ എന്റെ ബാധ്യതയാണ്. ഒരന്യ പെണ്ണിനെ, മുസ്ലിമല്ലാത്ത പെണ്ണിനെ, മുസ്ലിമിനെ പോലും മുസ്ലിമത്തായ ഒരു അന്യ ആണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദര നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത്? അതാരാ തന്നത്? പിന്നല്ലേ ഒളിച്ചോട്ടം. നിനക്ക് പറയാൻ പറ്റൂ എനിക്ക് അവളെ ഇഷ്ടമായി. ആര് തന്നടോ? ആര് തന്നു ഇങ്ങനെ നിനക്ക് പെർമിഷൻ? ആര് തന്നു? അവനവന്റെ ശരീരത്തിന് ആഗ്രഹങ്ങൾ കാണും, ഹോർമോണുകൾ വളരും, ഇതൊക്കെ സയൻസ് പറയും. പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് അല്ലാഹു സ്വർഗം തരുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് പണിയാണ് നമ്മളോട് ചെയ്യുന്നത്? ഇന്ന് എന്തിനാ സ്വർഗം? എന്താണ് സ്വർഗം? സ്വർഗം 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. സ്വർഗമെന്ന് പറയുന്നത് കേവലം ഒരു വില്ലല്ല, കേവലം ഒരു അപ്പാർട്ട്മെന്റ് അല്ല. അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത് ആകാശങ്ങളോളം ഭൂമികളോളം വിശാലമായത്. അതുമാത്രമോ? അതിനാ അഹ്ലുൽ ജന്നതി മൻസില, നാളെ സ്വർഗത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ആള് യുഅതാഹു മിസ്ലൈ ദുനിയാ, ഈ ലോകത്തിന്റെ 2 ഇരട്ടി വലുപ്പമുള്ള ലോകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം. എങ്ങനെ? സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം. ഈ ലോകത്തിന്റെ ആറങ്ങാടിയോ കാഞ്ഞങ്ങാടോ അല്ല, കേരളോ ഇന്ത്യയോ അല്ല, ഏഷ്യയോ നമ്മുടെ ഭൂമിയോ അല്ല, ഈ മഹാപ്രപഞ്ചത്തിനോളം 2 വലുപ്പമുള്ള ലോകം അള്ളാഹു തരുന്ന ആർക്ക്?
ഏറ്റവും ചെറിയ പ്രതിഫലം അതാണ്. പിന്നെ വലുതിന്റെ കഥ എന്താ? ഇതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കത് തോന്നി ഞാനങ്ങോട്ട് ചെയ്തു അല്ലേ? നിന്റെ തോന്നലിനല്ല അള്ളാഹു നിനക്ക് ഓക്സിജൻ തന്നത്. നിന്റെ മൂക്കിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ അത് എടുക്കാൻ പോലും നിനക്ക് തോന്നുന്നില്ല. അത് ഒരു ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണമെന്ന് പറഞ്ഞാൽ എത്ര ആൾ മരിച്ചു പോയേനെ. ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണ്ടിയിരുന്നു. ഞാൻ ഇപ്പൊ ഒന്ന് ശ്വസിക്കട്ടെ, അള്ളാ ഞാൻ ശ്വസിക്കാൻ മറന്നുപോയല്ലോ. ഇതൊന്നും നീ അറിയുന്ന പോലുമില്ലല്ലോ. എത്ര കൂളായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? വലിയൊരു സാധനം ഒരു സെക്കൻഡിൽ 70ഓളം ലിറ്റർ രക്തം ഒരു മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും. ഈ തലയും നിന്റെ ബ്രെയിനും നിന്റെ ഹാർട്ടും നിന്റെ ലിംസ് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇതൊക്കെ തന്നത് എന്തിനാ? അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാ. അത് അള്ളാന്റെ ലോകമാണ്. റബ്ബിന്റെ നിയമം ഇവിടെ വേണം. അള്ളാഹുവിന്റെ ലോകമാണിത്. ഇവിടെ വന്നത് നീയല്ല. ഈ ലോകം പടച്ചത് നീയല്ല. ഇവിടുത്തെ വൃക്ഷങ്ങളോ ഇവിടുത്തെ നാളെ സൂര്യൻ ഉദിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. ആരറിഞ്ഞു? ആരായി സൂര്യനെ ഉദിപ്പിക്കുന്നത്? യുണൈറ്റഡ് നേഷൻസോ USA-യോ? ഏത് രാജ്യമാണ്? നാസയോ? ഇവർക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സൂര്യൻ നാളെ ഉദിക്കുന്നില്ല എന്ന് കരുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളത്തെ രാവിലത്തെ പരശുവിന് കോഴിക്കോട്ടേക്ക് പോകണം. നാളെ പരശു ഉണ്ടോന്നോ നാളെ സൂര്യ ഉദിക്കുന്നുണ്ടോന്നോ ആരറിഞ്ഞു? ഈ ഭൂമിയെ കറക്കണ്ടേ? ആരായി കറക്കണത്? അല്ലാഹു ജല്ല ജലാലു. അതിനനുസരിച്ച് സൂര്യന്റെ ഭ്രമണം നടക്കണം. ആര് നടത്തുന്നു? അല്ലാഹു ജല്ല ജലാലു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലോകത്ത് ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യ, ഇവിടെ റബ്ബിന്റെ നിയമമുണ്ട്. ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ, ഇസ്ലാം ഖുർആൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആവേശ. ഈ ഖുർആന്റെ നിയമമാണ് നമ്മൾ ഈ പറയുന്നത്. ഖുർആനിന്റെ നിയമമായി പറയുന്നത് അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാമെന്ന ലോകമാണിത്. ഇവിടെ അള്ളാഹുവിന്റെ നിയമമാണ്. ഗോഡ് റൂൾ. അള്ളാഹ്ക്കാണ് അവിടെ ഭരണം.